അസ്സലാമു അലൈക്കും. തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അധ്യായം 39 സൂറ ജുമറിലെ 59-ാമത്തെ ആയത്ത് മുതലാണ് പറയുന്നത്. അതെ, തീർച്ചയായും എൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് വന്നെത്തുകയുണ്ടായി. അപ്പോൾ നീ അവയെ നിഷേധിച്ച് തള്ളുകയും അഹങ്കരിക്കുകയും സത്യനിഷേധികളുടെ കൂട്ടത്തിലാവുകയും ചെയ്തു. അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വന്നെത്തിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ നിഷേധിച്ച് തള്ളി അഹങ്കരിക്കുകയും ചെയ്തു എന്നുള്ളത് അള്ളാഹുവിന്റെ സൂചന നൽകുന്നുണ്ട്. എന്നാൽ അതിന് തൊട്ട് പിന്നാലെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ പല സത്യങ്ങളും അതിലുണ്ട് എന്നുള്ളത് നമ്മൾ അറിയാൻ പോവാണ്. അപ്പോൾ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ വരും എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ഏതൊരു വിശ്വാസിയും കാത്തിരിക്കേണ്ടതാണ്. ഈ 61 പറയുന്നത്, സൂക്ഷ്മത പുലർത്തിയവരെ രക്ഷപ്പെടുത്തി അവർക്കുള്ള സുരക്ഷിത സ്ഥാനത്ത് അള്ളാഹു എത്തിക്കുകയും ചെയ്യും. ശിക്ഷ അവരെ സ്പർശിക്കുകയില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാകുന്നു. അവൻ എല്ലാ വസ്തുക്കളുടെ മേലും കൈകാര്യകർത്താവാകുന്നു. ആകാശങ്ങളുടെയും ഭൂമിയുടെയും താക്കോലുകൾ അവൻ്റെ അധീനത്തിലാകുന്നു. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവരാരോ അവർ തന്നെയാകുന്നു നഷ്ടക്കാർ. അപ്പം അള്ളാഹിൻ്റെ ദൃഷ്ടാന്തം വന്നു കഴിഞ്ഞാൽ അത് നിഷേധിക്കാൻ നമ്മൾ ഒരിക്കലും ഇടവരരുത്. അതിൽ 67 പറയണത്, അള്ളാഹുവെ കണക്കാക്കേണ്ട നിലയിൽ അവർ കണക്കാക്കിയിട്ടില്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഭൂമി മുഴുവനും അവൻ്റെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നതായിരിക്കും. ആകാശങ്ങൾ അവൻ്റെ വലതു കൈയിൽ ചുരുട്ടപ്പെട്ടവയായിരിക്കും. അവൻ എത്ര പരിശുദ്ധൻ, അവൻ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അവൻ അതീതനായിരിക്കുന്നു. അപ്പൊ ഇവിടെയൊക്കെ പറയുന്നത് എന്താണ്? സൃഷ്ടാവിന്റെ കൈകളെന്ന അംശത്തെ പറ്റിയിട്ടുള്ള സൂചനയാണ് ഇവിടെയൊക്കെ തന്നിട്ടുള്ളത്. എന്നാൽ അള്ളാന്റെ ദൃഷ്ടാന്തം വരും, നിങ്ങൾ നിഷേധിക്കരുത് എന്നും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന പല സത്യങ്ങളും അത് അവസാന കാലഘട്ടത്തിൽ നമുക്ക് വരാനുള്ള അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട യഥാർത്ഥ സത്യങ്ങളാണ്. അപ്പൊ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും. കാരണം പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. മറ്റു മതക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി വിശുദ്ധ ഖുർആനിൽ അവർക്ക് വിശ്വാസം വന്നിട്ടില്ല എങ്കിൽ പോലും അത് അവരുടെ ഗ്രന്ഥത്തിലും പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൈകൾ അല്ലെങ്കിൽ ഭഗവത്ഗീത പറയുന്നുണ്ട്, സൃഷ്ടാവിൻ്റെ തെളിവുകൾ പുറത്തു വരും എന്ന് പറയുന്നുണ്ട്. കൈകൾ എന്ന അംശത്തിൻ്റെ തെളിവുകളാണ് വരിക എന്ന് ബൈബിൾ പറയുന്നുണ്ട്. എന്നാൽ അതേ കാര്യം ഭഗവത്ഗീതയും പറയുന്നുണ്ട്. എല്ലാ മതം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാ മതഗ്രന്ഥങ്ങളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് സൃഷ്ടാവിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നത്. എന്നാൽ നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് പല രീതിയിലായിരുന്നു. ഇനിയെങ്കിലും നമ്മൾ ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടാൻ കഴിയുന്ന ഒരു അറിവാണ് ഈ ഒരു കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക.